ഇപ്പോൾ കോൺഗ്രസ് വക്താവായ വി.ആർ. അനൂപ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനൂപ്, ഈ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ നടപടി സ്വീകരിച്ചിരുന്നു. ഈ പരാതി ഉയർന്നു വന്നപ്പോൾ തന്നെ രാഹുലിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് കോൺഗ്രസ് എടുത്തത്. അതിന് പിന്നാലെ ഇപ്പോൾ ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെ, മുൻകൂർ ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. പ്രാഥമിക അംഗത്വം പോലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നില്ല. ഇനി MLA സ്ഥാനം രാജിവെക്കുമോ? ഇനി MLA സ്ഥാനം രാജിവെക്കണോ വെക്കില്ലേ എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം മാത്രം ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഇനി രാഹുലുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അയാൾ ഈ പാർട്ടിയുടെ ഭാഗമല്ല. അയാൾ എടുക്കേണ്ട തീരുമാനം മാത്രമാണത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ വിവാദം ഉണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ സംഘടനാപരമായി സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിച്ചെന്ന് മാത്രമല്ല, ഇനി നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് സർക്കാർ സംവിധാനമാണെന്ന് അസന്നിഗ്ധമായി ഒരു സംശയത്തിന് ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ നടപടിയിലേക്ക് കടന്ന് അതിന്റെ ആദ്യഘട്ടം ജാമ്യാപേക്ഷയിൽ തന്നെ കോടതി വിധി പ്രതികൂലമായ സാഹചര്യത്തിൽ തന്നെ അതിനു മുമ്പേ ഞങ്ങളത്തരം നടപടിയിലേക്ക് പ്രവേശിക്കുകയും ഇപ്പോൾ വളരെ കൃത്യമായ നിലപാടെടുത്ത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ കോൺഗ്രസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുമ്പോൾ ഇനി കോൺഗ്രസുമായി യാതൊരു ബന്ധവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല എന്ന് തന്നെയാണോ? നേരത്തെയൊക്കെ ഒരു ഭിന്നാഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നല്ലോ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അയാളെ മാറ്റി നിർത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രാഥമിക അംഗത്തിൽ മാറ്റി നിർത്തുക മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് എന്നേക്കും അയാളെ പുറത്താക്കിയിരിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ വി.ആർ. അനൂപ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.